നമസ്കാരം സാർ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്തിയിട്ടുണ്ട് സാർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ച മരുന്നുകളാ നമ്മളിപ്പോ അനധികൃതമായി കേരളത്തിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങളിൽ ആര് കേരളം ഭരിച്ചാലും ഞങ്ങൾ സേഫ് ആയിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നം. ഒന്ന് നിർത്തോ. ഇയാളുടെ ഒരു കരിയർ മണ്ണാങ്കട്ടെ. ആ കരിയറും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഡ്രഗ്സ് കൺട്രോളിന്റെ ചുമതലയൊന്നും തനിക്ക് ഉണ്ടാവില്ലായിരുന്നു. റിട്ടയർഡ് സർക്കാർ ഡോക്ടറിന്റെ ബോർഡും വെച്ച് ചൊറിയും കുത്തിരിക്കാമായിരുന്നു രണ്ടിനും. എന്തായി ഡോക്ടർ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന മട്ടാണ്. വർഷങ്ങളായി നമ്മൾ പൂഴ്ത്തി വെച്ചിരുന്ന പലതിലും ആ CAG കൃഷ്ണമൂർത്തി കയറി തപ്പാൻ തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ജനാർദ്ദനക്കുറുപ്പിന്റെ ഫുൾ സപ്പോർട്ടുള്ള ആ CAG കയറി പിടിമുറുക്കിയ. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോ എന്തൊക്കെയാ അഴിമതികൾ കാട്ടിക്കൂട്ടിയെന്ന് എനിക്കൊന്നും നിശ്ചയം പോരാ. നശിച്ചു പോകാൻ നേരത്തെ ആരോഗ്യവകുപ്പ് തന്നെ എടുത്ത് എന്റെ തലയെ കയറ്റിയത്. അതിനിടയ്ക്ക് ആ CAG എന്ന് പറഞ്ഞ മെയ്യൊന്ന് ആരെങ്കിലും ഓർത്തോ? ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചവിട്ടുപടികളാക്കി ഭരണത്തിലെത്തിയിട്ട് അവനവന് വേണ്ടി മാത്രം ഭരിക്കുന്ന നമ്മളെ പോലുള്ള രാഷ്ട്രീയ വ്യവസായികൾക്ക് ഇടയ്ക്കിടെ ചില ജനാർദ്ദനക്കുറുപ്പുമാരെയും CAG-മാരെയും ഒക്കെ നേരിടേണ്ടി വന്നിരിക്കും. കരിമണലും കമ്പ്യൂട്ടർ സിറ്റിയും പെൺവാണിപ്പും ഒക്കെയായി ഒരു 5-8 മാസത്തേക്ക് കൂടി കുറുപ്പിനെ ശ്വാസം മുട്ടിക്കാനുള്ള വകുപ്പൊക്കെ സഹമന്ത്രിമാരും ഘടകകക്ഷികളും ചേർന്നുണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം ഒരു ശ്രദ്ധ തിരിക്കൽ. നമ്മുടെ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ നമ്മൾ തന്നെ ഒരുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റും കേറി പാടോ. സല്യൂട്ട് ചെയ്യാൻ ഞാനിപ്പോ മന്ത്രിയൊന്നും അല്ലടോ. ഡിപ്പാർട്ട്മെന്റിലെ ധീരനായ ACP അടിയോടിയെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന്റെ കാര്യം മനസ്സിലായി. നാളെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സമാധാനപരമായ ഒരു മാർച്ച് നടക്കും. കാൽനട ജാഥ. അതിനെ ഒന്ന് അക്രമസമരമാക്കി തരണം താൻ എനിക്ക്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് പൊതുജനങ്ങളെ സേവിക്കാൻ പറഞ്ഞ പിന്നെ അതനുസരിക്കാതിരിക്കാൻ പറ്റുമോ സാർ? അതെ, ടിയർ ഗ്യാസും ഡൈനാമിറ്റും ഒക്കെയായി നാളെ ഈ നഗരം കത്തണം. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇഷ്യൂവിനെ കുറിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്താനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ക്യാബിനറ്റ് കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. തീരുമാനം എന്തായാലും കൃത്യമായി നിങ്ങളെ അറിയിച്ചിരിക്കും. അതാണല്ലോ പതിവ്. അല്ല സാർ, യാതൊരു പ്രകോപനമില്ലാതെ. ഓക്കെ തൽക്കാലം ഇത്രയേ ഉള്ളൂ. മിടുക്കി. അവൻ ഇതുവരെ ഉണർന്നില്ലേ? അവന് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റും പോയതാ. ഇനിയിപ്പൊ എന്നാക്കെ ഒപ്പിച്ചാ വരുന്നതെന്നറിയാൻ മേല.
വണ്ടി എടുത്ത് ഇതിങ്ങനെ ഏമാന്മാരുടെ മുമ്പിലോട്ട് ഏൽപ്പിക്കുമ്പോ ഒരു തെളിവ് വേണ്ടായോ? അതിനു വേണ്ടിയിട്ടാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അതല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഉള്ളിൽ കുടിവെള്ളമായിരുന്നു എന്ന് നാളത്തെ പത്രത്തിൽ നിങ്ങൾക്ക് തന്നെ എഴുതേണ്ടി വരും. സത്യത്തില് ഇതൊരു കുടിവെള്ളം തന്നെയല്ലേ സാറേ? എന്താണ് ഇവിടെ പത്രക്കാരും പരിവാരങ്ങളൊക്കെ? എന്താ എക്സൈസ് വകുപ്പ് മന്ത്രി വെടി തീർന്നോ? ഇന്ന് 1-ാം തീയതി അല്ലേ സാറേ? നമ്മുടെ ഭാഷയെ പറഞ്ഞ ഡ്രൈ ഡേ. മുട്ടുശാന്തിക്ക് വല്ലതും കിട്ടുമോന്ന് അറിയാൻ വന്നതായിരിക്കും. നാട്ടുകാർക്ക് മുട്ടുശാന്തി ഉണ്ടാക്കാനും നടു റോട്ടിൽ കൂടെ പോകുന്ന മാന്യന്മാരുടെ ലോറി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പരിശോധിക്കാൻ പറയാനും എക്സൈസ് വകുപ്പ് നിന്റെ അമ്മായിപ്പൻ ഉണ്ടാക്കി തന്നോടാ. അമ്മായിയപ്പന്റെ ഗുണവധികാരവും വകുപ്പും ഒന്നും എഴുന്നള്ളിക്കല്ലേ. വനിതാ അണ്ടർ സെക്രട്ടറിയെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി നിന്നോട് എനിക്ക് പൂതിയാ കൊതിയാന്നൊക്കെ നിരന്തരം പറഞ്ഞ് അതിന്റെ ചുണ്ട് വരെ കടിച്ചു പറിച്ച സാറിന്റെ അമ്മായിയപ്പനുണ്ടല്ലോ, അയാളെ ഏത് വകുപ്പിൽപ്പെടുത്തണമെന്ന് ഹൈക്കോടതി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. കിടന്ന് പിടക്കല്ലേ. എത്രയൊക്കെ മദ്യ ദുരന്തമുണ്ടായാലും ഇവിടുത്തെ വ്യാജ മദ്യക്കാരന്റെ മാസപ്പടി പറ്റുന്ന സാറിനെ പോലുള്ളവർക്ക് പാവപ്പെട്ടവന്റെ വേദന അറിയല്ല. ഈ ടാങ്കറിലുള്ള ഓരോ തുള്ളി സ്പിരിറ്റും ഇവിടുത്തെ വീട്ടമ്മമാരുടെ കണ്ണുനീരായി മാറുന്നത് ഒരുപാട് കണ്ടിട്ടാ തൊമ്മി ഈ പണിക്കിറങ്ങിയത്. മാന്യന്മാരുടെ വണ്ടികളെന്ന് സാർ ഉദ്ദേശിച്ചത് മേടയിൽ ചാണ്ടിയുടേതാണെന്ന് ഇവിടെ ആർക്കാ അറിയാൻ മേലാത്തത്? അത്രയ്ക്ക് ഉറപ്പാണ് താണെന്ന് തെളിയിക്ക് കാണട്ടെ. ഈ കിടക്കുന്ന ലോറികളൊക്കെ മേടയിൽ ചാണ്ടിയിടാന്ന് തെളിയിച്ചാൽ ആ നിമിഷം ഈ യൂണിഫോം വലിച്ചെറിഞ്ഞിട്ട് ഹൈദ്രോസിൽ ചരക്കാൻ പോകും. എന്നാ സാറേ യൂണിഫോം ഒക്കെ ഉണ്ടായി? ചാണ്ടിയുടെ ബാറുകളിലും മദ്യക്കച്ചവടത്തിലും സാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളിടത്തോളം കാലം ഇതൊക്കെ എങ്ങനെ തെളിയാനാ? അങ്ങ് മറയൂരിലെ ചന്ദന ഫാക്ടറിയിൽ നിന്ന് പിടിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ വില വരുന്ന ചന്ദന തൈലം ഒരൊറ്റ രാത്രി കൊണ്ട് പാം ഓയിലാക്കി മാറ്റിയതും പ്രതിപക്ഷ നേതാവ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കഞ്ചാവ് തോട്ടം ദർഭപ്പുല്ലാണെന്ന് പറഞ്ഞതും നിങ്ങളെപ്പോലെ യൂണിഫോം ഇട്ട ഓഫീസർമാര് തന്നെ. അതറിഞ്ഞോണ്ടാ ഈ തൊണ്ടി മുതൽ ഇങ്ങനെ എവരുടെയൊക്കെ മുന്നിൽ വെച്ച് സാറിന്റെ അണ്ണാക്കയിലോട്ട് തള്ളിത്തരുന്നത്. ഇതിന്റെ പേരിൽ ചാണ്ടിക്കുണ്ടാകുന്ന നഷ്ടങ്ങളാ തൊമ്മിയുടെ ലാഭം. കുടി കിട്ടിയ എടോ ഹൈദ്രോസെ, കാലാകാലങ്ങളായി ചാണ്ടി ഊട്ടി വളർത്തുന്ന എക്സൈസ് മന്ത്രിക്ക് തന്റെ ബീവി വെച്ച് വിളമ്പുന്ന ലെഗ് പീസിന്റെ എരിയിലും പുളിയിലും താൻ നേടിയെടുക്കുന്ന പ്രമോഷനുകളിൽ എന്നും വിലസാമെന്ന് കരുതണ്ട. ജനങ്ങൾ കസേരകൾ ഇങ്ങനെ മാറ്റിമറിക്കുന്ന സമയമാ. തന്റെ പരട്ട തലയിലുദിച്ച വക്രബുദ്ധി വെച്ച് നാളെ കോടതിയില് ഇതേല് മുഴുവൻ പനിനീരാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഡെപ്യൂട്ടി കമ്മീഷണർ ഹൈദ്രോസിന് മേടയിൽ ചാണ്ടിയും കൂട്ടുപിടിച്ച് ചെരക്കാൻ പോയിട്ട് ചൊറിയാൻ പോലും നേരം കിട്ടുകയല്ല. ഈ മാധ്യമ പ്രവർത്തകരുടെ മുഴുവൻ മുന്നിൽ വെച്ചാ ഞാനിത് പറയുന്നത്. മനസ്സിലോർപ്പിച്ചോ, ഇത് തൊമ്മിയുടെ വാക്കാ. ചാണ്ടിക്ക് വഴി ഒന്നേ ഉള്ളൂ. അതാ പറഞ്ഞ മോന്റെ വീട്ടിലേക്കുള്ള വഴിയാ. അതിനിടയ്ക്ക് വിലങ്ങുന്നുണ്ടല്ലോ ഒന്നുകളെ. കൊച്ചു വെളുപ്പാങ്കാലത്ത് എടവകപ്പള്ളിയിലോട്ട് കുർബാന കൂടാൻ ഇറങ്ങിയതായിരിക്കും ചാണ്ടിച്ചായൻ, അല്ലായോ? കുർബാന കൂടാനല്ലടാ, നിന്റെ കൂട്ടുകുടുംബത്തോട്ട് കയറി നിനക്കും നിന്റെ അപ്പനും ഒരുമിച്ച് അങ്ങോട്ട് അന്ത്യകുദാശ നടത്താൻ ഇറങ്ങിയതാ. എന്നാ ചാണ്ടിച്ചായ ഈ അന്ത്യകുദാശയൊക്കെ ഉണ്ടായേ? എന്നതായാലും ഈ പടപ്പുറപ്പാട് ഒരു ടെലിപ്പതി കണക്കെ മനസ്സിലടിച്ചത് കൊണ്ടാ അങ്ങ് തറവാട്ടുമുറ്റത്ത് നടക്കേണ്ട ഈ സീൻ
ഞാൻ ഇങ്ങനെ നടു റോട്ടിലേക്ക് മാറ്റി പിടിച്ചു. കഴുകണ പോലെ തറവാടായാലും നടുറോഡായാലും ചാണ്ടിക്ക് കണക്കാ. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നീ എനിക്ക് വരുത്തി വെച്ച നഷ്ടം ലക്ഷങ്ങളാ. നിയമം നടത്തുന്നവന്മാരും അത് ഉണ്ടാക്കുന്നവന്മാരും കണ്ണു അടച്ച് ചാണ്ടിക്ക് വേണ്ടി വഴിമാറി നിൽക്കുമ്പോ ഇനിയും നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിന്നോണ്ടല്ലോ. പണ്ട് നിന്റെ തന്ത മാലേക്കര ഉത്തേപ്പ് എനിക്ക് നിന്ന് ഉണ്ടാക്കിയതിന്റെ പേരില് അന്ന് പൂജപ്പുര സെന്ററിൽ 7 കൊല്ലം സിമന്റ് തറ മലന്ന് കിടന്നൊരു തഴമ്പ് എന്റെ നടുമ്പുറത്ത് കല്ലിച്ച് കിടക്കുന്ന കൂട്ടി ചാണ്ടി തിരിച്ചങ്ങോട്ട് ഉണ്ടാക്കണ്ട. അത് നിന്റെ നെഞ്ചത്തോട്ടല്ല, നിന്റെ അപ്പന്റെ നെഞ്ചത്തോട്ട്. നിർത്തണോ? അതിന് വരെ എന്റെ ഈ കോട്ടൺ വള്ളി നിക്കറിട്ട അങ്കപ്പുറപ്പാട് പോര ചാണ്ടിച്ച അത് ഊരി അങ്ങ് മീനച്ചിലാറ്റിലോട്ട് ചുറ്റിയെറിഞ്ഞേച്ച് തിരിച്ചു പൊയ്ക്കോ. അല്ലെങ്കിൽ പഴമക്കാർ പറയും പോലെ അടിയും തന്ന് തുണിയും പറിച്ചു വിടും ഞാൻ. എന്റെ അപ്പന്റെ നെഞ്ചത്തോട്ടൊന്നല്ല, നിഴലെ പോലും തൊടുകയല്ല താൻ. തൊടാൻ സമ്മതിക്കുകയല്ല തോന്നി. എന്നാ പിന്നെ നിന്റെ നെഞ്ചത്തോട്ട് തന്നെ ആട്ടാ ചാണ്ടിയുടെ ആദ്യത്തെ വെടി. പന്നെ, ഈ നിൽക്കുന്ന നിന്റെ അപ്പം കൊണാതരൻ നിന്റെ തള്ളെ തൊഴിച്ചു കൊന്നപ്പം നോക്കി നിന്ന നീ ഈ ആവേശം അന്ന് അവിടെ കാണിച്ചിരുന്നെങ്കിൽ അവരെങ്കിലും ജീവിച്ചിരുന്നേനെ. ഇടയ്ക്കിടയ്ക്ക് നിനക്കിട്ട് ഓരോ കൊട്ടും തന്നിങ്ങനെ മാറ്റി നിർത്തുന്നത് ചത്ത് പള്ളിപ്പറമ്പിലോട്ട് കെട്ടിയെടുക്കുമെന്ന് നിന്റെ അപ്പന്റെ ശവപ്പെട്ടിയുടെ തലയ്ക്ക പിടിക്കാൻ ഇതിയാന്റെ തന്നെ ഭാഷ പറഞ്ഞ ഒരു പരണങ്ങാനത്ത് മോനെങ്കിലും ബാക്കിയുണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. മിണ്ടിപ്പോരുത്. തന്തയില്ലായ്മയ്ക്ക് താഴികക്കൂടം വെച്ച താൻ ജയിലിലെ സിമന്റ് തിണ്ണയിൽ കിടന്ന് വാദം പിടിച്ച കഥയും പറഞ്ഞ് മാളിയേക്ക തറവാടിന്റെ പടിപ്പുറയ്ക്ക് കാലുകുത്തിയ കൊഴുക്കട്ട എന്ന് ദേഹം കൊഴുക്കാനും 7 കൊല്ലക്കാലം കൊണ്ട് മനസ്സ് നന്നാക്കാൻ എന്റെ അപ്പൻ തന്നോട് കാണിച്ച ദയൊന്നും തൊമ്മി കാണിക്കുകയല്ല. ദയാഹർജിക്ക് പോലും അവസരം തരാതെ തന്നെ ഞാൻ അങ്ങോട്ട് വിടും. കണ്ണൂരും വിയൂരും ഒന്നും അല്ല, സാക്ഷാൽ കാലന്റെ സെൻട്രൽ ജയിലിലേക്ക്. മനസ്സിലാകടാ ഭദ്ര, വണ്ടി എറാ. എന്താ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. നീ ഇതെന്നതാടി കാണിക്കുന്നേ? അയ്യേ, റാങ്ക് മേടിച്ച വിളിക്കുന്ന കരയ്യ. സന്തോഷിക്കല്ലേ വേണ്ടത്? ആ വാസുവേട്ടാ, നമ്മുടെ അനിതക്കുട്ടി അടിച്ചത് 6 തന്നെ. ഇനി നമുക്ക് എന്നാ നോക്കാനാ? അതങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക തന്നെ. ഭദ്ര, ഓ അത് റെഡിയല്ലേ തോമിച്ചായോ? ഓ റാങ്കുകാരുടെ പുതിയ മോഹം എന്നാന്നറിയാവോ? എന്നാ അടി? ഡോക്ടർ ആവണമെന്നൊക്കെ അവള് പറയുന്നേ. അതൊക്കെ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല, ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യ. എന്നാ അവള് പഠിക്കാവുന്ന അത്രയും പഠിക്കട്ടെ. അതൊക്കെ തൊമ്മിക്ക് വിട്ടേര്. വായില് വെള്ളിക്കരണ്ടിയുമായി ജനിക്കുന്നവര് മാത്രം ഡോക്ടറായി പോരല്ലോ. നമ്മളെ ചികിത്സിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു ഡോക്ടർ ഉണ്ടാവുന്ന നല്ലല്ലേ വാസുവേട്ടാ? ഞങ്ങളൊക്കെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന കാലത്ത് ചെവി കുഴലും വെച്ച് വന്ന് നോക്കോടി. നോക്കിയേക്കാമേ, പക്ഷേ നല്ല ഫീസ് ഞാൻ മേടിക്കും. ഹലോ തൊമ്മിച്ചായ, നിമ്മിയ. നിമ്മിയ. We are coming to the Malekal Royal Palace. എടി VR എന്ന് പറഞ്ഞ ഇത് ആരൊക്കെയാ? ഹലോ, ലിസ്റ്റ് പറയാനാണെങ്കിൽ ഫുൾ ഗ്യാങ് ഉണ്ട്. അതെ, ചേർത്ത് തന്നെയാ. അതെ, ഞങ്ങൾ മോർണിംഗ് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിലെത്തി. അലക്സ് അങ്ങ് എത്തിയില്ലായോ? അലക്സ് അവിടെ ഉണ്ടായിരുന്നു. ദേ, അവൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. എന്തോ തന്നെ മമ്മി. അല്ലടവേ, സ്വന്തം ഷഷ്ടിപൂർത്തി പോലെ ആഘോഷിക്കാൻ സമ്മതിക്കാത്ത നമ്മുടെ അപ്പച്ചനെ ഇപ്പൊ ഈ 50ാം വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള തീരുമാനത്തിലോട്ട് നീ എങ്ങനെ കൊണ്ടെത്തിച്ചടാ? അത് അപ്പച്ചന്റെ കളിക്കൂട്ടുകാരന്മാർ ഒപ്പിച്ചെടുത്ത പണിയാ. നമ്മുടെ മുഖ്യമന്ത്രി ജനാർദ്ദനക്കുറുപ്പും സഖാവ് ഗോപാലനും അവരങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ സ്ഥിതിക്ക് ഞാൻ അതിനിടയ്ക്ക് വെറും ഒരു അൾത്താര മാത്രമാണേ. ഹാ, തന്റെ വർത്താനം കേട്ടതൊന്നും ഞാനും ഔസേപ്പച്ചനും കൂടെ ഹൈക്കമാൻഡിനെ കൊണ്ട് മുഖ്യമന്ത്രി പദം തന്റെ തലയെ കെട്ടിയൊപ്പിച്ചാണെന്ന്. എടോ ഔസേപ്പച്ച, അത്യാവശ്യമായിട്ട് ഇയാൾക്ക് തന്നെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ പ്രോട്ടോകോളൊക്കെ തെറ്റിച്ച എന്റെ ഉള്ളിൽ വരവ്. പ്രോട്ടോകോള് മണ്ണാങ്കട്ട. സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന എന്നെ കുറെ ചെന്നായ്ക്കളുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയപ്പോ തൃപ്തിയായാലോ രണ്ടാൾക്കും? എല്ലാം കൂടെ ഇട്ടെറിഞ്ഞേച്ച് പോയാലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ സർക്കാർ താഴെ വീഴുമല്ലോ എന്ന് ഓർത്തിട്ടാ. വീട്ടറോ, എന്തായാലും അടുത്ത ഭരണം ഞങ്ങളുടെ ഇല്ല. ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന സകല പോക്കൃത്തരവും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അല്ല, ഞങ്ങള് ഭരിക്കും എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഗോപാലൻ ജയിക്കുമ്പോ പാർട്ടി തോക്കും, പാർട്ടി ജയിക്കുമ്പോ ഗോപാലൻ തോക്കും. ഇതാണല്ലോ പതിവ്. ഇത് പ്രൈമറി സ്കൂളിലെ പിള്ളേർക്ക് കുറെ കാണാപ്പാടാ. താൻ കണ്ടില്ലേടോ കുറുപ്പേ, ചങ്കിന്റെ ഉള്ളിലെ വലിയൊരു വേദന ഒളിപ്പിച്ചു വെച്ച്
മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഇയാളുടെ ചിരി. എനിക്കെന്ത് വേദന? ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അതിനിടെ ചിലർ ചവിട്ടി പുറത്താക്കാൻ നോക്കുന്നു. നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെ പൊറാട്ട് നാടകങ്ങളാണെന്ന് പറഞ്ഞു നടക്കുകയല്ലേ സഹപ്രവർത്തകർ തന്നെ. വാരിക്കുന്തം കൊണ്ട് വിപ്ലവം നടത്താൻ ഇറങ്ങിയ ഞാന് കലിയുഗ രാഷ്ട്രീയക്കാരായ വെട്ടിച്ചിറ ഗോവിന്ദന്മാർ ഒരുക്കി വെച്ച വാരിക്കുഴികളെ തിരിച്ചറിയണം. ഇയാടെ സ്ഥിതി അതല്ലല്ലോ. വലിയൊരു തീട്ടക്കൂമ്പാരത്തിന്റെ മുകളിൽ എടുത്തു വെച്ച ഒരു ചെറിപ്പഴമായി പോയില്ലേ. എത്ര മധുരം ഉണ്ടായിട്ട് എന്ത് കാര്യം? തിന്നാൻ പറ്റുമോ? വിട്ടുകളയടോ. കാര്യം നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിയമസഭ കളിക്കുമ്പോ ഞാൻ ഇതിന്റെ ഇടയിലെ സ്പീക്കറാണ്. പക്ഷെ ഇതിനൊരു സുഖമുണ്ടോ. എനിക്ക് നമ്മുടെ ചെറുപ്പകാലം ഓർമ്മകൾ. ചെറുപ്പകാലത്തെ ഓർമ്മകളുടെ കൂട്ടത്തില് ഔസേപ്പച്ചൻ അന്നമ്മയുടെ കൈ പിടിച്ചിറക്കിക്കൊണ്ട് വന്ന ആ ദിവസം കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ വിവാഹ വാർഷികം ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്റെ അന്തോണീസ് പുണ്യാളാ, നീ കാത്തു. ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്നെ ഈ നിഷ്പക്ഷവും ഇങ്ങനെ കൂടിയിരിക്കുന്ന അതേ നേരത്ത് തന്നെ നീ എന്നെ കൊണ്ട് എത്തിച്ചല്ലോ. നീ എന്നതാണ് ഈ പിച്ചുമേ പറയുന്നത്? ഇത് പിച്ചും പേയൊന്നുമല്ല. MBBS കഴിഞ്ഞ് ഈ സെലിൻ ഇവിടെ കാലുകുത്തി 30 ദിവസത്തിനകം ഈ നാത്തൂന്റെ പുന്നാരാങ്ങളെ കൊണ്ട് എന്റെ ഈ കഴുത്തിൽ മിന്നു കെട്ടിക്കാമെന്ന് ഈ സീനിയർ സിറ്റിസൺസ് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നതാ. എന്നിട്ട് വിവാഹമല്ല, വിവാഹ വാർഷിക കാര്യ ചർച്ച. ഇതിപ്പോ ഉണ്ടവന് കിടക്കാൻ ധൃതി, ഉണ്ണാത്തവൻ ഇലയിടാൻ ധൃതി എന്ന് പറഞ്ഞ പോലെ ഈ കാര്യം. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. വാക്കാന്നേ, ഒടുവിൽ ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ ഞാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വരരുത്. അപ്പോൾ എങ്ങനെയാ നാത്തൂനെ? ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന എന്റെ പെട്ടിയും കിടക്കുകയും എല്ലാം ഞാൻ ഇവിടെ ഇറക്കണോ അതോ എന്റെ തറവാട്ടിലേക്ക് എടുക്കണോ? അങ്ങോട്ടേക്ക് എടുത്താലും പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണ്ടേ? തമ്മി ഭേദം ഇവിടെ ഇറക്കണതാ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. Where is my sweet കുഞ്ഞിനമ്മ? വല്യമ്മച്ചേ, വല്യമ്മച്ചേ. തൊമ്മിയെ കൊണ്ട് നിന്നെ കെട്ടിക്കത്തുള്ളൂ ഇവരോടൊക്കെ ചലഞ്ച് ചെയ്തിരിക്കുന്നത് നിന്റെ ഈ സ്കോച്ചിന്റെ ബലത്തേലാ. ഇനിയും എന്റെ മിന്നുകെട്ടങ്ങ് നീട്ടി വെച്ചാലുണ്ടല്ലോ. അക്കാര്യം ഞാൻ ഏറ്റടി. കുഞ്ഞന്നാമ നെറുകേട് കാണിക്കത്തില്ല. നിന്റെ ഏനക്കേട് എന്നതാണ് എനിക്കറിയാൻ മേലെ. ആന്റി ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്താ വല്യമ്മച്ച് വഷളായത്. നീ ഒന്നും ഉണ്ടാതെ ഓടി. രാധേശി, അതൊക്കെ എന്റെ മുറിയിൽ കൊണ്ടുവച്ചേക്ക്. ഏയ് വേണ്ട വേണ്ട, അതങ്ങനെ നാത്തൂന്റെ മുറിയിലോട്ടല്ല, വേറെ മുറിയിലേക്ക് കൊണ്ടുപോകേണ്ട ലഗേജാ. വെള്ളം തുടങ്ങി. ആ ശരിയും ബഹളവും ഞാനങ്ങ് അടുക്കള കേട്ടായിരുന്നു. എന്റെ ഈശോയെ, കഴിഞ്ഞ തവണത്തെക്കാളും നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലേ മോളെ. അതല്ല, ഇനി എന്റെ തൊമ്മിക്കുഞ്ഞ് മേനയാക്കി എടുത്തോളൂടി. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഇനി അവസരത്തിൽ എന്നതാ ത്രിമൂർത്തികൾ ചേർന്നൊരു ഗൂഢാലോചന. സമത്വ സുന്ദര കേരളം സ്വപ്നം കണ്ട വിപ്ലവകാരിയും ഗ്രാമസ്വരാജ് സ്വപ്നം കണ്ട ഗാന്ധി ശിഷ്യന്മാരും ചേർന്ന് എന്നാലും നടക്കൂ. ആഹാ, അതെ, പ്രോട്ടോക്കോളിൽ പെടാത്ത സിറ്റിംഗ്. മാധ്യമക്കാരെ വിളിച്ചു വരുത്തി ഒരു വെടിയങ്ങ് പൊട്ടിക്കട്ടെ. ഒരു വെടിമരുന്ന് തിരി കൊളുത്തി ഞങ്ങൾ അകത്തോട്ട് വിട്ടിട്ടുണ്ട്. അല്ലേ എന്റെ മാതാവേ, ഇവളിങ് എത്തിയോ? ഭൂലോക തെമ്മാടിയായ നിന്നെ തളയ്ക്കാനും വേണല്ലോ ഒരു അയൺ ലേഡി. ആരാ നിന്നോട് എന്റെ മുറി കയറാൻ പറഞ്ഞത്? അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ? അതെ, ഞങ്ങൾ ഈ ഡോക്ടർമാരെ ഏത് മുറിയിലും കയറും. അത് ഈ ലേബർ റൂമിൽ മാത്രമല്ല, ഇതുപോലുള്ള ചില തെമ്മാടികളുടെ പ്രൈവറ്റ് റൂമിൽ വരെ കയറും. ഇതിനുള്ളിൽ വരെ. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ മാത്രമല്ല, താഴെ അകത്തും പുറത്തും ഇരിക്കുന്ന ഹൈക്കമാൻഡുകളുടെ ലേറ്റസ്റ്റ് തീരുമാനം. ഓഹോ. അയ്യോ, ഞാൻ തൊമ്മിച്ചിന്റെ വിശേഷം ഒന്നും ചോദിച്ചില്ല. കൂപ്പിലെ ആനയ്ക്കൊക്കെ സുഖാണോ? നീ നിന്ന് ശൃംഗരിക്കാതെ ഇങ്ങോട്ട് പരിഞ്ഞ് മുറിക്ക് വഴുതിക്ക് നിർത്തടി അവനെ. കുഞ്ഞന്നാമോ.
ഓടി അല്ലെങ്കിൽ വേണ്ട, നിന്റെ ഒരു ആഗ്രഹമല്ലേ കോട്ടയം കിസ്മത്ത്. അവരൊക്കെ എത്തി. ആ ഇടിവീരം വന്നിട്ടുണ്ട് കേട്ടോ. എന്താണോ പൂര കാണാൻ നിൽക്കാം? മാറ്റി എത്ര എണ്ണം പോയി? മരിച്ചൊരു പെൺകുട്ടിയാ. ക്രിട്ടിക്കലായ രണ്ടുപേരും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാർ, ഇവിടെ നടന്ന അത്യാഹിതത്തെ കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ആലപ്പുഴ കടപ്പുറത്തുള്ള ഹോസ്പിറ്റലില് ഇതേ ഇഷ്യൂ ഉണ്ടായപ്പോ ജീവൻ സംരക്ഷിക്കാനുള്ള മരുന്നുകൾക്ക് പകരം നിരോധിക്കപ്പെട്ട മരുന്നുകൾ ഇഷ്യൂ ചെയ്യാൻ ശ്രമിച്ച മെഡിക്കൽ ലോബികൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വെറും ഒരു സാധാ തലവേദനയ്ക്ക് പോലും ഭൂരിപക്ഷം ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സർജറിക്ക് ശേഷമുള്ള പെയിൻ കില്ലേഴ്സാണ്. ഇത് വേദനയെ കൊല്ലുന്നതല്ല, മനുഷ്യനെ കൊല്ലുന്നത്. ഒരു ചെറിയ നെഞ്ചുവേദന കുഞ്ഞു കൊടുത്ത് പുത്തരിടപ്പെട്ട എന്റെ മോളെ തുമ്മിച്ച ഒന്ന് വന്നേ. തൊമ്മി, ഒരുപാട് നേരമൊന്നും ഇവിടെ ഇങ്ങനെ എന്താ വേണ്ടെന്ന് വെച്ചാ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ അനിതയ്ക്ക് ഡോക്ടർ കുറിച്ചു കൊടുത്ത പ്രിസ്ക്രിപ്ഷനാ ഇത്. ഈ മെഡിസിൻ ഉപയോഗിച്ച അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് IMA നിരോധിച്ചതായത്. അനിതയ്ക്ക് സംഭവിച്ചതും അത് തന്നെയാ.
കാശുണ്ടാക്കാൻ വേണ്ടി ഏത് തരതാപിടിത്തരവും കാണിക്കാൻ മടിക്കാത്ത നീയും നിന്റെ തന്തയും ഇനി അങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ വെച്ച് ബിസിനസ് ഉണ്ടാക്കുന്നതോ?